അപ്പൊ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാന്നുള്ളതാണ്. അതും പക്ക നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി അല്ലേ. ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ ട്രാക്കുള്ള കസ്റ്റമറാണെങ്കിൽ എന്തായാലും കൂട്ടിയും കൊടുക്കാം. അപ്പൊ ക്യാഷ് ബാക്ക് കിട്ടും. അത് നമുക്ക് ഇമ്മാതിരി റേറ്റ് നമുക്ക് ഇന്നോവ ക്രിസ്റ്റ എവിടെയും കിട്ടൂല അല്ലെ. 3.5 രൂപ ചോദിക്കുന്നത്. 3.5 രൂപ അല്ല, ചെറിയൊരു പൈസക്ക് നമുക്ക് നല്ലൊരു അടിപൊളി ഡീസൽ വണ്ടിയാണ് SUV അല്ല. സ്വിഫ്റ്റിന്റെ പ്രൈസിന് ഒരു ഡീസൽ ഒരു ബസ് ഉണ്ടോ അല്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 75 രൂപ 75 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ചെറിയൊരു ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലെ. 30 രൂപ വണ്ടി ഇറക്കാം അല്ലെ. 40-50 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഫുൾ ലോൺ കൊടുക്കും ചെയ്യാം. ഫുൾ ലോണും കൊടുക്കാം. 385 ചോദിക്കുന്നുണ്ട്. ഏകദേശം നമുക്ക് ഫുൾ ലോൺ കൊടുക്കും ചെയ്യാം. അപ്പൊ നമ്മൾ ഡീസൽ വണ്ടിയാണ്. ഏകദേശം 20-22 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡെയിലി യൂസ് പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ല. ഫുൾ ലോണിൽ 790 ചോദിക്കും. 790 അല്ലെ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ചെറിയ വ്യത്യാസം ചെയ്താൽ നമുക്ക് കൊടുക്കാം. ഏകദേശം ഫുൾ ലോൺ കിട്ടും ചെയ്യും. ഫുൾ ലോണിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അല്ല. ഫുൾ ലോണും കൊടുക്കാം. ഫുൾ ലോണും നമുക്കത് ഫുൾ ലോണിൽ കൊടുക്കാം. അപ്പൊ ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ അത് നമുക്ക് ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രൈവർ കേട്ടോ. നമ്മൾ ഗംഭീരമായ ഒരു കളക്ഷനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏകദേശം 19ഓളം വാഹനങ്ങളുണ്ട്. അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ലോണിലടക്കം കൊണ്ടാവുന്ന ഒത്തിരി വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ സാധാരണക്കാരന് പറ്റുന്ന ഒത്തിരി ആഷ് ബാഗുകൾ, സ്വിഫ്റ്റ്, ബലേനോ, i20, കിഡ്, ഈവൻ ക്രിസ്റ്റ വരെ നമുക്ക് ഫുൾ ലോണിലുണ്ട്. നമുക്ക് ഫുൾ ലോണിൽ നമുക്ക് ക്രിസ്റ്റ വരെ ഉണ്ട്. അപ്പൊ നമ്മളെ ദോസ്തിലാണെന്ന് എത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു വലിയ പെരുന്നാളൊക്കെ ആവാനായി അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങള്, സബോമെട്രി SUVകൾ, യാരിസ്, ഓൾട്ടിസ്, കിയയുടെ സോണറ്റ്, അങ്ങനെ ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാനുണ്ട്. അപ്പോൾ നമ്മുടെ ദോസ്തിന്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവർക്ക് എങ്ങനെ നമ്മൾ ഈ ദോസ്തിലേക്ക് എത്തിച്ചേരാം? മലപ്പുറം പെരിന്തൽമണ്ണ റോഡിലെ അരിപ്ര സ്കൂൾ പടി. യെസ്, അതാണ് നമ്മൾ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ ആണ്. അരിപ്ര സ്കൂളാണ്, നമ്മൾ LP സ്കൂളാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ തിരൂർക്കാട് നിന്ന് ഏകദേശം നമുക്കൊരു 1.5 കിലോമീറ്റർ അല്ലേ. അതായത് മലപ്പുറത്തിന്റെ പെരിന്തൽമണ്ണ സെൻട്രലായിട്ടാണ് ഈ ഒരു ഷോറൂം വരുന്നത്. നമുക്ക് ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കും. സോ നമുക്ക് നല്ല ബഡ്ജറ്റിൽ നല്ല ഫാമിലി കാർ നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ദോസ്ത് യൂസ് കാർസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഇന്നോവ ക്രിസ്റ്റ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2018 മോഡല് G4. 2018 G4. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.44 ഓടിയിട്ടുള്ളത്. 1.44. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ഒന്നുമില്ല. ഒരു ഡോർ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. ബാക്കി അതൊന്നും ഇപ്പൊ ഒരു മേജർ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റൂല. വേറെ റീപ്ലേസ് ഒന്നുമില്ല. നമുക്ക് നിലവില് അതർ സ്റ്റേറ്റ് വെഹിക്കിൾ ആണ്. ഓക്കെ. ബാക്കി എഞ്ചിന് മെക്കാനിക്കലൊക്കെ അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ല. അപ്പൊ നമുക്ക് G4 ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ. G4 മാനുവൽ ആണ് വരുന്നത്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ്, റൂഫ് കാര്യങ്ങളൊക്കെ വൃത്തിയിൽ കൊണ്ട് നടന്നിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. സോ വെൽ മെയിൻറ്റൈൻഡ് ആണ്. അപ്പോൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ 90 ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വാഹനം. എത്ര ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ 12.45 NOC നമ്പർ ആയിട്ട് 12.45. അപ്പൊ നമുക്ക് ഈ ഒരു പ്രൈസിന് ഈ ഒരു മോഡൽ ഒരു ക്രിസ്റ്റ നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ ട്രാക്കുള്ള കസ്റ്റമറാണെങ്കിൽ എന്തായാലും കൂട്ടിയും കൊടുക്കാം. അപ്പൊ ക്യാഷ് ബാക്ക് കിട്ടും. അത് നമുക്ക് ഇമ്മാതിരി റേറ്റ് നമുക്ക് ഇന്നോവ ക്രിസ്റ്റ എവിടെയും കിട്ടൂല അല്ലെ. നമ്പർ ആയിട്ടാണ് 12.45 നമ്പർ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് കേട്ടോ. യെസ്, ഇത് നമുക്ക് ഒരു ചെറുവാഹനത്തിലേക്കാണ് പോകുന്നത്. സാധാരണക്കാരന് പറ്റുന്ന അത്യാവശ്യം നമ്മൾ മിനി SUV ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് റെനോ കിഡ് KL 23 രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2017 മോഡൽ വണ്ടിയാണ്. 17 മോഡൽ വണ്ടി. കിലോമീറ്റർ 83,000 കിലോമീറ്റർ. ഫുൾ ഹിസ്റ്ററിക്ക് അവൈലബിൾ അല്ല? അവൈലബിൾ. RXT ആണ് ഇതിന്റെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് അല്ലെ. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല വൃത്തിയാണ്. അതേപോലെ തന്നെ അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വരുന്നത്. മാനുവൽ ആണ്. ഇത് മാനുവൽ 2016 മാനുവൽ RXT ഏറ്റവും ടോപ്പ് ലോഡ്, റിവേഴ്സ് ക്യാമറ, ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. എത്ര ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത്? 1.95 കൊടുക്കും. 1.95 ഫുൾ ലോണും. അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ല. ഇത് നമുക്ക് മൈലേജും കുറഞ്ഞ മെയിൻ്റെനൻസും ഡെയിലി യൂസിന് പറ്റുന്ന ഒരു അടിപൊളി മാരുതിയുടെ വാഹനമാണ് ബലേന. അതും റെഡ് KL 29. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് പെട്രോൾ ഉണ്ട്, സിംഗിൾ ഓണർ വണ്ടിയാണ്. 2018 കിലോമീറ്റർ. 2018 കിലോമീറ്റർ പറഞ്ഞത് 64,000 കിലോമീറ്റർ. സീറ്റ് ആണ് ഓപ്ഷൻ അല്ലേ. ഡെൽറ്റ അല്ല. റിയറിൽ വൈപ്പർ കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇന്റീരിയർ സൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. റിയറിൽ നമുക്ക് ചാർജിങ് പോയിന്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. AC പോസ്റ്ററിങ്, 4 ഡോർ പവർ വിൻഡോ, സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ,
കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, ഓട്ടോ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെന്റ് മിറേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. മേജറായ ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വാഹനം. ഒരു 18-20 മൈലേജും പ്രതീക്ഷിക്കാം അല്ലെ? ലോങ് ഡ്രൈവിൽ അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വാഹനം. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 5.65 ഏകദേശം നമുക്ക് എത്ര? 10-30 രൂപ വണ്ടി ഇറക്കാം അല്ലെ? അടുത്ത നമ്മുടെ ഡീസൽ സ്വിഫ്റ്റ് ഡെയിലി യൂസിന് ഏകദേശം ലോങ് ഡ്രൈവിൽ ഈ ഒരു എഞ്ചിൻ ആകുമ്പോൾ 20-ന് മുകളിൽ തന്നെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം അല്ല? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 മോഡല് VDI ആണ്. 1,28,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ. 1.28 സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ഇന്ത്യൻ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ്, കാര്യങ്ങൾ മാറിയാണ്, എല്ലാം മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, കമ്പനി ഇൻബിൽഡിന്റെ സ്റ്റീരിയോ കാര്യങ്ങൾ, AC പോസ്റ്ററിംഗ്, 4 ഡോർ പവർ വിൻഡോ അടക്കം വരുന്നത്. ഏകദേശം പുതിയ ടയറുകളാണ്. 4 ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നത്. എത്ര രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനം? 5 രൂപ കൊടുക്കും. 5 രൂപ അല്ല? ഏകദേശം എത്ര വണ്ടി ഇറക്കാൻ പറ്റും? 50 രൂപ, 40-50 രൂപ, 40-50 രൂപയിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അടുത്ത നമുക്കൊരു ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് മാരുതി സുസുക്കി റിഡ്സ്. അതും ടോപ്പ് എൻഡ് ആണ് വരുന്നത്. അതെ, പെട്രോൾ ZXi ഏറ്റവും ടോപ്പ് എൻഡ്, ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ, റിയർ വൈപ്പർ, കമ്പനി അലോയ്സ്, സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. എല്ലാം സീറ്റ് കവർ കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്. അപ്പോൾ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു വാഹനം അല്ല? പെട്രോൾ ആണ്, സോ മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും അല്ല? എത്രയാണ് നമുക്ക് ഇതിന് ചോദിക്കുന്നത്? 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള നമുക്ക് 2,45,000 രൂപ കൊടുക്കാം. ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. 45 ZXi വണ്ടിയാണ്. ZXi ഏറ്റവും ടോപ്പ് എൻഡ് അല്ല? ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഏകദേശം നമുക്ക് 2 രൂപ വരെയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും. 2 രൂപ വരെ ലോണും ചെയ്യാം അല്ലെ? അടുത്തൊരു കിഡ്ലം വാഹനമാണ് എലൈറ്റ് i20. അതിന്റെ സെക്കൻഡ് ജനറേഷൻ ആണ്. പിന്നെ അതിന്റെ ഏറ്റവും പൊളി കളർ, ഈ ഒരു കളറിന് പോകുമ്പോൾ ഡിമാൻഡ് ആണ് അല്ലെ? അത് നമുക്ക് കേൾച്ചു കൊല്ലം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. 2018 മോഡൽ സെക്കൻഡ് ഓണർ ആണ്. 2018 സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം അല്ലെ? എക്സ്റ്റീരിയർ ഒക്കെ നല്ല പക്ക നീറ്റ് ആണ്. പിന്നെ ഈ ഒരു ലെവലിൽ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനം അല്ല? ഇതിന്റെ ഓപ്ഷൻ ഏതായിരുന്നു? ഇത് മാഗ്ന എക്സിക്യൂട്ടീവ് ആയിരുന്നു. മാഗ്ന എക്സിക്യൂട്ടീവ്. അതും ഇതിന്റെ സെക്കൻഡ് ജനറേഷൻ ആണ്. മോഡൽ 2018 മോഡൽ വാഹനം. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല പൊളിയാണ്, കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ചെറിയ വാഹനമാണ്. റിയറിൽ AC വെന്റ് അടക്കം വരുന്നുണ്ട് അല്ല? ബാക്ക് സൈഡിലും നമുക്ക് AC വെന്റ് കാര്യങ്ങള്, അതേപോലെ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനം. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? പെട്രോൾ ആണ്. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 4.95 ഏകദേശം ഫുൾ ഓൺ കൊടുക്കും ചെയ്യാം. ഫുൾ ഓൺ കൊടുക്കാം. അപ്പൊ നല്ല ട്രാക്കിന്റെ ഈ ചെറിയ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു പൈസക്ക് ഫുൾ ഓണിൽ കൊണ്ടാൻ പറ്റുന്ന മെയിൻ്റെനൻസ് കുറവുള്ള ഒരു വാഹനം അല്ല? അടുത്ത നമുക്കൊരു കിഡ്ലം സ്വിഫ്റ്റ് ആണ്, റെഡ് ആണ്. അത് നമുക്ക് ഡീസൽ വണ്ടി. ഈ ഒരു എഡിഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു മോഡലാണ്. സോ ഡെയിലി യൂസിന് പറ്റുന്ന ഒരു അടിപൊളി വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2016 മോഡൽ LDI ഓപ്ഷനിലാണ് ഡീസൽ. അപ്പൊ AC പോസ്റ്ററിംഗ്, കമ്പനി ഇൻബിൽഡ് ആയിട്ട് 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു വാഹനമാണ്. സോ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും ഡെയിലി യൂസിന് കുറഞ്ഞ മെയിൻ്റെനൻസ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം. ഇതിന്റെ കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 1.17 ഓടിയിട്ടുള്ളത്. എത്ര രജിസ്ട്രേഷൻ വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ ആണ്. എത്ര നമ്മൾ ചോദിക്കുന്നത്? 3.85 ചോദിക്കുന്നുണ്ട്. ഏകദേശം നമുക്ക് ഫുൾ ഓൺ കൊടുക്കും ചെയ്യാം. അപ്പൊ നമ്മൾ ഡീസൽ വണ്ടിയാണ്. ഏകദേശം 20-22 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡെയിലി യൂസ് പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ല? ഫുൾ ഓണിൽ ഒരു കിടിലൻ വാഹനം. ഗൾഫിലൊക്കെ പോയവർക്ക് നമ്മൾ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. യാരിസ് ഒക്കെ എന്നും അവിടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വാഹനമാണ് അല്ല? 1.5 KL 34 രജിസ്ട്രേഷനിൽ വൈറ്റില് നല്ലൊരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2019 മോഡലാണ് വണ്ടി. 2019 മോഡൽ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. നല്ല സ്പേഷ്യസ് ആണ്, നല്ല കംഫർട്ട് ആണ്. കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ് അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇത് 4 ലെവൽ ഫ്ലഡ് ആണ് വണ്ടി. പറഞ്ഞ തന്നെ കൊടുക്കാം. ഓക്കെ, ഫ്ലഡ് വരുന്ന ഒരു വണ്ടിയാണ് അല്ലേ? അപ്പൊ നമുക്കൊന്നും മറച്ചു വെക്കാനില്ല, എല്ലാം പക്കായിട്ട് നമ്മൾ പറയുന്നുണ്ട്. 790 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങി? ചെറിയ വ്യത്യാസം ചെയ്താൽ നമുക്ക് കൊടുക്കാം. ഫുൾ ഓൺ കിട്ടും. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അല്ല? നമുക്കൊരു ഫുൾ ലോഡിൽ വരുന്ന ഡീസലില് ഏറ്റവും ഫുൾ ലോഡ് വരുന്ന ഒരു ഡീസൽ സ്വിഫ്റ്റ്, ഏകദേശം ഒരു 18-20 മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2014 മോഡൽ വണ്ടിയാണ്. 2014 മോഡൽ. സെക്കൻഡ് ഓണർ ആണ്. ഇത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2 ലക്ഷത്തിന്റെ മുകളിൽ ഓടിയിട്ടുണ്ട്. നമുക്കത് ഫുൾ ഓണിൽ കൊടുക്കാം. 4 ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കാം. 4 രൂപ ഫൈനലാണ്. അത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. പൈസ കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർ ആണ്. സീറ്റ് കാര്യങ്ങള്, അതേപോലെ LCD സബ് വൂഫർ എല്ലാം ഉണ്ട് ഇതിനകത്ത്. എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം LCD സ്ക്രീൻ വരുന്നുണ്ട്.
ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതേപോലെ 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്, മിറേഴ്സ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വാഹനം. 4 ലക്ഷം അതും ഫുൾ ഓണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വാഹനം അല്ല. ഇത് നമുക്ക് ഒരു ബലേന, ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? അത് 2018 മോഡലാണ്. 2018 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്, പെട്രോൾ ആണ്, ഡെൽറ്റ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 72,000 കിലോമീറ്റർ, ഹൈ ക്വാളിറ്റി വണ്ടി. സർവീസ് കമ്പനി സർവീസ്, ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക നമുക്ക് 100% ഗ്യാരണ്ടി വരാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇത് നമുക്ക് എത്ര ചോദിക്കുന്നതിന്? നമുക്ക് 5,65 കൊടുക്കാം. 5,65. ഇത് 4 ടയറും പുത്തൻ ടയറാണ്. വേറെ റീപ്ലേസോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 5,20, 5,30 റേഞ്ചിൽ ലോൺ കൊടുക്കാം. ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം. നമുക്ക് വണ്ടി ഇറക്കാം. ഓക്കെ, ഇതാ നമുക്കൊരു ചെറിയൊരു പൈസക്ക് നല്ല കിടലൊരു SUV ആണ്, നിസാന്റെ ടെറാനോ അല്ല? അതെ. ഇത് ഏതായിരുന്നു? PS 85 ആണോ 110 ആണോ? ഇത് 85 ആണ്. സോ നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റെനൻസ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം അല്ല? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,60 ഓടിയിട്ടുണ്ട്. 1,60 ഓടിയിട്ടുണ്ട് അല്ലേ? നമുക്ക് ഫുള്ള് ഹിസ്റ്ററി ഒക്കെ പക്കല്ലേ? അതെ. എത്ര ചോദിക്കും നമ്മളിതിന്? ഇത് നമ്മള് 3,500 രൂപ ചോദിക്കുന്നത്. 3,500 രൂപ അല്ല? ചെറിയൊരു പൈസക്ക് നമുക്ക് നല്ലൊരു അടിപൊളി ഡീസൽ വണ്ടിയാണ്, SUV അല്ല? ദെൻ വീണ്ടും ഒരു സ്വിഫ്റ്റ്, ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2012 മോഡലാണ്. ഡീസലാണ്, 1,18 ഓടിയത്, തേർഡ് ഓണർ. എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? ഇത് നമ്മള് 3,400 രൂപ കൊടുക്കും. 3,400 അല്ല? ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? കാര്യങ്ങളൊക്കെ 19 രൂപ വണ്ടി ഇറക്കാം അല്ല? അതെ, 19 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. നമുക്കൊരു കിഡ്ലം വാഹനമാണ്, ടൊയോട്ട കൊറോള ഓൾട്ടിസ്. അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി വാഹനം, നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 17 മോഡല് ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി, ജെ ഓപ്ഷൻ, നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. അടിപൊളി വാഹനമാണ്, അതും ഫുൾ ബ്ലാക്കിൽ, ഒരു കിഡ്ഗാജി വണ്ടിയില്ല, ഒരു സെമി പ്രീമിയം വെഹിക്കിൾ ആണ്. എത്രയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1,90 ഓടിക്കണം. ഒന്നെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 8,70. ഒരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുപോകാം. ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഏകദേശം നമുക്കൊരു 8,40 റേഞ്ചിലൊക്കെ ചെയ്യാൻ പറ്റും. ഇത് നമുക്കൊരു പ്രീമിയം വെഹിക്കിള്, അതൊരു ബഡ്ജറ്റ് റേഞ്ചിന്, Audi A4 അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2009 മോഡൽ, ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. അതായത് പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അതും കേൾട്ടൺ BK നമ്പർ എല്ലാം ആയിട്ടുള്ള ഒരു പക്ക അടിപൊളി വാഹനം. ഫുൾ പേപ്പർ എല്ലാം പക്കയാണ് വണ്ടി. എത്രയായിരുന്നു നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 6,30,000 രൂപ കൊടുക്കും. അതായത് ഒരു സ്വിഫ്റ്റിന്റെ പ്രൈസിന് നമുക്ക് കൊണ്ടാൻ പറ്റുന്ന ഒരു കിഡ്ലം Audi A4 ഓട്ടോമാറ്റിക് അല്ലേ? എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്കയാണ് വണ്ടി, പുതിയ പേപ്പറാണ്, ഒന്നും ചെയ്യിക്കാനില്ല. 70,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇത്രയും കാലം ഒരു ചെറിയ കിലോമീറ്റർ ഓടിയൊരു വണ്ടിയില്ല. സർവീസ് ഒക്കെ കമ്പനി സർവീസ് ആണ്. ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ് അല്ലേ? അവൈലബിൾ ആണ്. ദെൻ നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ 7 സീറ്റർ നോക്കുന്നവർക്ക് ഡുവൽ ടോളില് റെനോൾഡ് ഒരു ട്രൈബർ, അതും ഇവിടുത്തെ പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 22 മോഡൽ അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് RX ആണ്, 40,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി. ഒരു 40,000 കിലോമീറ്റർ, അതും സിംഗിൾ ഓൺഷിപ്പ്. ഇന്ത്യയിലൊക്കെ നല്ല പൊളിയാണ്. ഇന്ത്യയിലെ സീറ്റൊക്കെ നല്ല സൂപ്പർ സീറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു വലിയൊരു ഫാമിലിക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 5,85 ഫൈനൽ കൊടുക്കാം. 5,85. പിന്നെ പെട്രോൾ മാത്രമേ ഫുൾ ഓൺ കിട്ടൂല. അപ്പൊ ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ, അത് നമുക്ക് ഫുൾ ഓണിൽ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രൈവർ കേട്ടോ. ഇത് നമുക്ക് മാരുതി സുസുക്കി സ്വിഫ്റ്റ് 23 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല്? 2018 മോഡൽ VXI, സെക്കൻഡ് ഓണർ, 78,000 കിലോമീറ്റർ. ഓക്കെ, ലോ കിലോമീറ്റർ ആണ് വണ്ടി വരുന്നത്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ്. നമുക്ക് എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 5,45,000 രൂപ കൊടുക്കും. 5,45 അല്ലേ? ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഉണ്ടാവും. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്നൊരു വാഹനമാണ്. ഇന്ത്യ സൈഡൊക്കെ നോക്കി നല്ല പൊളിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ലെതർ സീറ്റ് കവേഴ്സ്, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, ഹാൻഡ് റെസ്റ്റ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, വോളിയം കൺട്രോൾസ് കാര്യങ്ങൾ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന ഒരു അടിപൊളി വാഹനം. 5,45. നമുക്ക് എത്ര രൂപയ്ക്ക് ഇനി വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 10-40 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 40,000 രൂപയ്ക്ക് ഈ സ്വിഫ്റ്റ് അങ്ങ് കൊണ്ടുപോകാം. അതും ഫുൾ ഹിസ്റ്ററൊക്കെ ഉള്ള ഒരു അടിപൊളി വാഹനം. ഇത് നമുക്ക് വീണ്ടും ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ഡാറ്റ്സന്റെ ഗോ പ്ലസ്, അത് നിസാന്റെ ഒരു സബ് ബ്രാൻഡാണ്.
KL5 കോട്ടയം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 മോഡലാണ്, സിംഗിൾ ഓണറാണ്, 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പിലുള്ള ഒരു 7 സീറ്റർ വാഹനമാണ്. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ്. 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല സ്പേഷ്യസ് ആണ് ഇന്റീരിയർ ഒക്കെ വരുന്നത്. സോ നമുക്കൊരു 7 സീറ്റർ ന്റെ ഉപയോഗം അത് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ഉണ്ടാകാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. അത്യാവശ്യം 16-17 മൈലേജും കിട്ടൂല. എത്ര ചോദിക്കുന്നത് നമ്മൾ? 2,30,000 രൂപ കൊടുക്കാം. വെറും 2,30,000 രൂപക്ക് ഒരു 7 സീറ്റർ വാഹനം. ഇത് ലോൺ നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ലോൺ നമുക്ക് നല്ല പാർട്ടി ആണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. പ്രൊഫൈലുള്ള പാർട്ടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ 10-30 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാം. ഇത് നമുക്ക് സാധാരണക്കാരെ എന്നും അന്വേഷിക്കുന്ന ഒരു വാഹനം. നമ്മൾ ഓൾട്ടോ അതിന്റെ BS6 വേരിയന്റിൽ അത്യാവശ്യം എയർ ബാഗും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 19-20 രജിസ്ട്രേഷൻ വണ്ടിയാണ്. നമുക്ക് BS6 ഫസ്റ്റ് ജനറേഷൻ ആണ് വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല പൊളിയാണ്. 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ. 52,000 കിലോമീറ്റർ അതും സെക്കൻഡ് ഓണർ ഇല്ല. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നു? 2,98,000 രൂപ കൊടുക്കും. 2,98,000 നമുക്ക് 2,85,000 രൂപ ലോൺ കൊടുക്കാം. അപ്പൊ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാന്നുള്ളതാണ്. അതും പക്ക നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി. ഇത് നമുക്കൊരു റെനോ കിഡ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2017 മോഡല്, ഓട്ടോമാറ്റിക് ആണ്. 42,000 കിലോമീറ്റർ, തേർഡ് ഓണർഷിപ്പ് ആണ്. 42,000 കിലോമീറ്റർ അതും തേർഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു വാഹനം. അഡീഷണൽ ആയിട്ട് അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ സൈഡൊക്കെ നല്ല പൊളിയാണ്. ലേഡീസിനൊക്കെ നല്ല കംഫർട്ടായിട്ട് യൂസ്ഫുൾ ആയിട്ട് കൊണ്ടുനടക്കാം. ചെറിയ നോബ് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഗിയർ ചേഞ്ചിങ്ങിന് വരുന്നത്. സോ ഹാൻഡിൽ ചെയ്യാനും എല്ലാം നമുക്ക് പക്ക സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ഓട്ടോമാറ്റിക് വാഹനം. അത്യാവശ്യം മൈലേജ് കിട്ടും. 1 ലിറ്റർ അല്ലേ ഇത് വരുന്നത്? 1 ലിറ്റർ ആണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്നതാണ്. എത്ര നമ്മൾ ഈ വാഹനം? 2,50,000 രൂപ കൊടുക്കാം. വെറും 2,00,000 രൂപക്ക് ഒരു ഫുൾ ഓണും കൊടുക്കാം. 25 രൂപ ക്യാഷ് ബാക്ക് കൊടുക്കണം. അപ്പൊ 25,000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനം. ചെറുതായിട്ട് തട്ടിയിട്ടുണ്ട്, അത് നമുക്ക് പറഞ്ഞേ കൊടുക്കുള്ളൂ. ഓക്കെ, മേജറായ പ്രശ്നങ്ങളോ അബ്രോൺ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലല്ലോ? അല്ല, ചെറുതായിട്ട് ഒരു സൈഡ് തട്ടിയതാണ്. ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് നമുക്കൊരു ഇയോൺ ഡുവൽ ടൂണൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. KL46 ഗുരുവായൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 18 മോഡലാണ്. 18 മോഡല്. പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. AC പോസ്റ്ററിങ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ലാമ്പുകൾ കാര്യങ്ങൾ, നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ് അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 2,55,000 രൂപ കൊടുക്കും. 2,55,000 നല്ല ടീമാണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു ഫാമിലി കാർ നോക്കുന്നവർക്ക് 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ല? അത് നമുക്ക് അത്യാവശ്യം ഗ്രാഫിക്സ് വർക്കും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം. ഇത് നമുക്ക് മാരുതി സുസുക്കി ബ്രസ. നിലവിൽ ഡീസൽ വാഹനം നമുക്ക് അവൈലബിൾ അല്ല, പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ട്. സോ നമുക്ക് ഡെയിലി യൂസിന് മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു വാഹനം. അത് നല്ല ഫാൻസി നമ്പറൊക്കെ അടക്കം വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 മോഡല്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 1,29 ഓടിയിട്ടുണ്ട്. 1,29 ഓടിയിട്ടുണ്ട്. സർവീസ് കഴിഞ്ഞല്ലേ? അതെ, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മള് കമ്പനി കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അല്ലെ? സ്റ്റിക്കർ ഗ്രാഫിക്സ് ഒക്കെ വരുന്ന ഒരു വാഹനം അല്ലെ? ഇതെങ്ങനെയായിരുന്നു? പിന്നെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. എത്ര ചോദിക്കും നമ്മളിതിന്? 6,90,000. ഒരു സ്വിഫ്റ്റിന്റെ പ്രൈസിന് ഒരു ഡീസൽ ഒരു ബസ് ഉണ്ടോ അല്ലെ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 75 രൂപ 75 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കും. ഒരു 7 സീറ്റർ ഡാറ്റ്സന്റെ ഗോ പറഞ്ഞിരുന്നു. ഇത് ഗോ നേരത്തെ നമ്മൾ ഗോ പ്ലസ് ആയിരുന്നു. ഇത് 5 സീറ്റർ വണ്ടി അല്ല? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2014 മോഡൽ വണ്ടിയാണ്. എത്ര ചോദിക്കും നമ്മൾ ഇതിന്? ഇത് നമുക്ക് 1,80 കൊടുക്കാം. 1,80. ചെറിയൊരു പൈസ കൊണ്ടോ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി അല്ല? അതൊരു ചെറിയൊരു എത്ര 98,000 കിലോമീറ്റർ ആണ്. അത്യാവശ്യം ഒരു 16-17 മൈലേജും കിട്ടുന്ന വണ്ടി അല്ല? അടുത്തൊരു സാൻഡ്രോ ആണ്. ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ചെറുവാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2011 മോഡൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 2011 സെക്കൻഡ് ഓണർ വണ്ടി അല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല അത്യാവശ്യം നീറ്റാണ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 1,25 കൊടുക്കും. 1,25 നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അടുത്തൊരു സബോമീറ്റർ SUV ആണ്. മഹീന്ദ്രയുടെ KUV 100. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഡീസലാണ്. ഏകദേശം 20 തന്നെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. നല്ല ഹൈറ്റും ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. മൈലേജും അത്യാവശ്യം കിട്ടും. എങ്ങനെയായിരുന്നു മോഡല്? 2016 മോഡൽ ഡീസൽ, 99,000 കിലോമീറ്റർ.
സെക്കൻഡ് ഓണർ ആയിരുന്നു. ഓക്കെ, എത്ര ചോദിക്കുന്നു നമ്മൾ ഈ ഒരു വാഹനത്തിന്? നമ്മൾ 3 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപ ഒരു ബെസ്റ്റ് പ്രൈസിന് ഫുള്ള് ലോണും കൊടുക്കാം. ഫുള്ള് ലോണും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ലേ? അതെ. അടുത്ത് നമുക്ക് മാരുതി സുസുക്കി വാഗ്നർ, അതിന്റെ ഏറ്റവും ഫുൾ ലോഡ് VXi വണ്ടിയിലാ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2012 മോഡലാണ്. 2012 അല്ലേ? ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് തേർഡാണ്. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് നമ്മള്? 260 കൊടുക്കും. 260. ഏകദേശം എത്ര രൂപ ലോൺ ചെയ്യാൻ പറ്റും? നമുക്ക് 2,10 ലോൺ കൊടുക്കും. 40 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ? ഇതാ നമുക്ക് സെയിം സെഗ്മെന്റിൽ തന്നെ ഒരു ഷേപ്പ് മാറ്റം എന്ന് പറയാം. സെയിം എഞ്ചിന് കാര്യങ്ങളെല്ലാം വരുന്ന ZNST വൈറ്റ് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2010 മോഡലാണ്. 10 മോഡല്. പേപ്പർ കാര്യങ്ങളെല്ലാം പക്കയാണ്. പേപ്പർ കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ആയിട്ടുണ്ട്. ടെസ്റ്റ് എടുത്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് എടുത്ത് കൊടുക്കാം. ഓക്കെ, 1.35 നമുക്ക് ടെസ്റ്റ് എടുത്ത് കൊടുക്കാം. 1.35 ടെസ്റ്റ് എടുക്കാം അല്ലേ? അപ്പൊ ഈ ഒരു റേറ്റിന് നമുക്ക് ടെസ്റ്റ് എടുത്തിട്ട് പുതിയ പേപ്പറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് വീണ്ടും ഒരു ഓൾട്ടോ 800. നേരത്തെ നമുക്ക് ഒരു BS6 വണ്ടി ആയിരുന്നെങ്കിൽ BS4 ഒന്നുകൂടി ബഡ്ജറ്റും അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സും അലോയ്സും ഒക്കെ വന്നിട്ടുള്ള ഒരു പൊളി വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡൽ വണ്ടി. എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? ഇത് നമുക്ക് 2.5 രൂപ കൊടുക്കും. ഫുൾ ലോൺ ആണ്. അത് നമുക്ക് 2,50,000 രൂപക്ക് അല്ലേ? വീണ്ടും അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ്, സിൽവർ ഫിനിഷിങ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013 മോഡല് LXi ആണ്. 77,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയാണ്. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് പറഞ്ഞാല് ഇത് 1.80. 1.80 എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കാം. ഒരു 1.60 വരെയൊക്കെ ലോൺ കൊടുക്കാം. അപ്പൊ ഒരു 20 രൂപയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ചെറിയ അടവേ വരുള്ളൂ. ചെറിയ രൂപേന്റെ ഉള്ളിലായിട്ട് അടവ് വരുന്ന കണ്ടീഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വീണ്ടും ഒരു കിഡ്ലം റെഡ് സ്വിഫ്റ്റ് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡല്, 41,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ ഉണ്ട്. ഓക്കെ, സെക്കൻഡ് ഓണർ എന്ന് പറഞ്ഞത് നമ്മളെ പേരിലോട്ട് മാറിയതാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. നിലവിലിപ്പോ നമുക്ക് പുതിയ RC നോംസ് ഒക്കെ വന്നപ്പോ എല്ലാവരും ചേഞ്ച് ചെയ്യണം എന്നാണ്. അങ്ങനെ ചേഞ്ച് ചെയ്താണ്. 5 ചേഞ്ച് ചെയ്താണ്. അപ്പൊ സിംഗിൾ ഓൺഷിപ്പ് ആണ്. നിലവിലിപ്പോ ഓൺഷിപ്പ് ചേഞ്ച് ആയിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് യൂസിങ് സിംഗിൾ തന്നെയാണ് വരുന്നത്. അത് നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് 5.5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ. 19 രൂപ വണ്ടി ഇറക്കാം അല്ല? ദെൻ നമുക്ക് ഒരു കിഡ്ലൻ ജാസ്. ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഡീസലാണ്. ഏകദേശം ലോങ് ഡ്രൈവില് 10-24 മൈലേജ് കിട്ടുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അടിപൊളി ഹാഷ് ബാക്ക് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡൽ V ആണ്. ഡീസലാണ്. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് 5.65. 5.65. 19 രൂപ വണ്ടി ഇറക്കാം. നമുക്ക് ഏകദേശം ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇത് നമുക്കൊരു കിഡ്ലം സോണറ്റ് ആണ്. അത് നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡുവൽ ടൂൺ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2023 വണ്ടിയാണ്. 23 വണ്ടി അല്ലേ? സിംഗിൾ ഓണർ ആണ്. 22,000 കിലോമീറ്റർ ഓടിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? കിലോമീറ്റർ വണ്ടി. ലോക്കാണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ഉണ്ട്, ചെറിയ തട്ടിയുണ്ട്, ചെറുതായിട്ട് തട്ടി. നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കാം. ഫുൾ ഓണിൽ കൊടുക്കാം. ബാക്കി മേജറായ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഡീസലാണോ പെട്രോൾ ആണോ? പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ ആണ്. അത്യാവശ്യം 16-17 മൈലേജും കിട്ടൂല. 7 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 7 ലക്ഷം രൂപ ലോണും കൊടുക്കാം. ലോണ് ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ലേ? ഇതാണ് വീണ്ടും നമുക്കൊരു ടൊയോട്ട കൊറോള ഓൾട്ടിസ്. നേരത്തെ ശേഷം ഒരു ഫേസ് ലിഫ്റ്റ് വന്നതില്ല. അപ്പോൾ നമുക്ക് അടിപൊളി വാഹനമാണ്. അത്യാവശ്യം അലോയ്സ് കാര്യങ്ങൾ എല്ലാം അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന ഒരു വാഹനം. നല്ല സ്പേഷ്യസ് ആണ്. നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2014 മോഡലാണ്. ഡീസൽ. 1,10 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 1.10 ബാക്കി അത്യാവശ്യം ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഇത്? നമുക്ക് ലാസ്റ്റ് 790 കൊടുക്കാം. 790. ഏകദേശം നമുക്ക് എത്ര രൂപ ലോൺ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഏകദേശം 7 റുപ്യൊക്കെ ലോൺ ചെയ്യാൻ പറ്റും. 7 രൂപ നമുക്ക് ലോണും ചെയ്യാലോ. 2 കിറ്റുകൾ പരിചയപ്പെട്ടിരുന്നു, ഒരു ഓട്ടോമാറ്റിക് ഒരു മാനുവലും. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഓട്ടോമാറ്റിക് ആണ്. 2017 ഉണ്ട്. 2017 ഓട്ടോമാറ്റിക് ഉണ്ട്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 56,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ഉണ്ട്. സിംഗിൾ ഓണർ ഉണ്ട്. എത്ര നമ്മൾ ചോദിക്കുന്നത്? കാര്യങ്ങളൊന്നുമില്ല. 3,10,000 രൂപ. 3.10. 20-30 രൂപ മുടക്കുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. ബാക്കി ലോൺ കൊടുക്കാം. ബാക്കി ലോൺ കൊടുക്കാം. നമുക്ക് ചെറിയൊരു പൈസക്ക് ഇറക്കാൻ പറ്റും. ഒന്നുമില്ല. ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയില്ല. ഇത് നമുക്ക് ഒരു കിഡ്ലം വാഗ്നർ. അതും ഫുൾ LXi ആണോ അതോ VXi ആണ്? 2016 മോഡല്. 2016 ഫുൾ ലോഡ് വണ്ടിയില്ല. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.27 ഓടിയിട്ടുണ്ട്. 1.27 ഓടിയിട്ടുണ്ട്. 1.27 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആണ്. ഇതിന്റെ ഡിക്ക് റീപ്ലേസ്മെന്റ് വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന വണ്ടിയൊക്കെ പറയാൻ പറ്റും. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് ഒരു 3.4 കൊടുക്കും. ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ലോൺ കൊടുക്കും. ഫ്രണ്ട്സ്, അപ്പം ഒന്ന് ദോസ്തിലായിരുന്നു. ഒത്തിരി വാഹനങ്ങളുണ്ട്. നമുക്ക് ഫുൾ ഓണിലൊക്കെ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിലൊക്കെ കൊണ്ടുപോകുന്ന ഒത്തിരി വാഹനങ്ങളുണ്ട്.
സോ അപ്പോൾ നമുക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ ഒത്തിരി വാഹനങ്ങൾ നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ദോസ്ത് യൂസ് കാസ്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ മലപ്പുറം അരിപ്ര സ്കൂൾ പടിയിലാണ്. താഴെ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് അഷ്റഫ് സൈനിങ് ഓഫ്.